ഹായ് ഹലോ വെൽക്കം ടു അനുപമാസ് വ്ളോഗ്. അനുപമാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വൈറ്റ് പൊങ്കാലയുടെ അടുപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഒരു വൈറ്റ് പൊങ്കാലയ്ക്ക് അടുപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ ഒരു പരിപാടിയാണ്. നമ്മൾ തലേന്ന് തന്നെ രാത്രിയിൽ നമ്മുടെ ബന്ധുക്കളെല്ലാം കൂടെ ചേർന്ന് അത് വളരെ ശ്രമകരം ഒരു 3-4 മണിക്കൂർ നേരെ ശ്രമകരമായ ഒരു ജോലി ചെയ്താണ് നമ്മൾ ഈ അടുപ്പ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചിറ്റപ്പനാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ആദ്യമേ മണ്ണെല്ലാം വെട്ടി ശരിയാക്കി ലെവലൊക്കെ ചെയ്ത് അടുപ്പിന് വേണ്ടുന്ന അളവും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്ത് ഒക്കെയാണ് അടുപ്പ് വെട്ടുന്നത്. തലേന്ന് എല്ലാവരും കൂടിയിരുന്ന് വളരെ സന്തോഷകരമായൊരു സമയമാണത് കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വളരെ കാലമായി ഇങ്ങനൊരു പൊങ്കാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്, അപ്പോൾ ഇതിപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷം കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റിയൊരു അവസരമാണ് വൈറ്റ് പൊങ്കാല. അപ്പോൾ ഇത് അളവെല്ലാം കറക്റ്റായിട്ട് 3 അടുപ്പിന് വേണ്ടുന്ന സ്ഥലമെല്ലാം അളന്ന് കൃത്യമായിട്ട് എടുത്ത് നല്ലതുപോലെ മണ്ണെടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം ആണ് ഈ അടുപ്പെല്ലാം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ കിളച്ച് ലെവൽ ചെയ്തതിന് ശേഷം നമ്മളത് 3 അടുപ്പിന് വേണ്ടുന്ന സൈസിലായിട്ട് കുഴിയെല്ലാം പരുവപ്പെടുത്തി എടുത്തതിന് ശേഷം നമ്മൾ അതിന് വേണ്ടുന്ന മണ്ണെല്ലാം വൃത്തിയായിട്ട് മണ്ണും ചെളിയെല്ലാം കുഴച്ചെടുത്ത് ഈ അടുപ്പിൻ്റെ ആ ചുറ്റാകെയുള്ള വശങ്ങളെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കും. അപ്പോൾ വൃത്തിയാക്കി എല്ലാം എടുത്ത ശേഷം രാത്രി കുറേ നേരത്തെ ശ്രമകരമായ പരിപാടിയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ. അപ്പോൾ ഇതിങ്ങനെ മണ്ണ് ഉരുട്ടി നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ 4 വശങ്ങളിലും വൃത്തിയായിട്ട് അത് നല്ലതുപോലെ മണ്ണ് ഇതുപോലെ വെച്ച് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അത് വൃത്തിയായിട്ട് നമുക്ക് 3 പാത്രത്തിലാണ് നമ്മൾ രാവിലെ പൊങ്കാല ഇടുന്നത്. അപ്പോൾ കുട്ടുവാണ് ഒന്ന്, കുട്ടുവും അതുപോലെ 2 അല്ലാതെ തന്നെ ചെമ്പും പിത്തളയായിട്ടുള്ള 2 പാത്രങ്ങളുമാണ് നമ്മൾ പൊങ്കാലയ്ക്ക് 3 അടുപ്പിലാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. അപ്പോൾ രാവിലെ 6:15 പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കുന്ന സമയം. അപ്പോൾ നമ്മൾ ആ പാത്രമെല്ലാം പൊങ്കാല അടുപ്പിലിങ്ങനെ വച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളും എല്ലാം പാകമാണോ എല്ലാം നോക്കിയതിന് ശേഷമാണ് ഇത് വൃത്തിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ എല്ലായിടവും റെഡിമെയ്ഡ് അടുപ്പുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തൊക്കെയാണല്ലോ എല്ലാവരും പൊങ്കാലയൊക്കെ ഇടുന്നത്. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല. നമ്മൾ കൃത്യമായിട്ടത് ഉള്ള സ്ഥലത്ത് നമ്മൾ ആ അടുപ്പ് വെട്ടിയെടുത്ത് തന്നെയാണ് കൃത്യമായിട്ടും ആ പൊങ്കാല ചെയ്യുന്നത്. വൈറ്റ് നേർച്ചയായിട്ട് നമ്മൾ ആ പൊങ്കാല ഇട്ടതിന് ശേഷം മറ്റ് ചടങ്ങുകളെല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി തലേന്ന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരെത്തും. എത്തിയതിന് ശേഷം അവരെല്ലാം കൂടി ചേർന്നാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ കുട്ടുമൊക്കെ അത് വെച്ച് നോക്കിയാണ് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷമാണ് അത് ചെയ്യുന്നത്. പിന്നെ മണ്ണെല്ലാം കുഴച്ച് അതിൻ്റെ 4 വശവും വൃത്തിയാക്കി 3 പാത്രവും നമ്മളതിൽ വെച്ച് നോക്കും. കറക്റ്റായിട്ട് പാത്രം വെച്ച് അത് തീ കത്തിക്കുവാനും മറ്റു സൗകര്യങ്ങളെല്ലാം നോക്കിയാണ് ഈ അടുപ്പുകളുടെ ക്രമീകരണമെല്ലാം നടത്തുന്നത്. അതെല്ലാം നടത്തിയതിന് ശേഷം ഇനി നമുക്കിത് ചാണകം മൊത്തം മെഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ട ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പാത്രങ്ങളെല്ലാം വെച്ചെല്ലാം അളവെല്ലാം നോക്കി കൃത്യമായിട്ട് എടുത്തതിന് ശേഷം പാത്രം പിന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അതിൽ നമ്മൾ മറ്റുള്ള ഓങ്കാരവും അതും ഇതെല്ലാം വരച്ചതിന് ശേഷമാണ് നമ്മൾ അടുപ്പിലേക്ക് പാത്രം വയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അടുപ്പും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കുഴിയെല്ലാം വെട്ടി ആ 3 അടുപ്പിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇനിയിപ്പോൾ അടുത്തായിട്ട് ചാണകം മെഴുകുന്നൊരു ചടങ്ങാണ്. അപ്പോൾ അത് ചാണകം എല്ലാം വൃത്തിയായിട്ട് നമ്മൾ കുഴച്ച് അടുപ്പിൽ തേച്ച് ഭംഗിയാക്കി എടുക്കും. അപ്പോൾ അങ്ങനെ ഭംഗിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ മഞ്ഞളും അരിപ്പൊടിയും കുങ്കുമവും എല്ലാം വിതറി അത്രയും പൊങ്കാല ഇടുന്ന അത്രയും സ്ഥലങ്ങൾ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കും. ചാണകം മെഴുകി ചിറ്റപ്പനാണ് ചെയ്യുന്നത്. ഞങ്ങൾ ചിറ്റപ്പനാണ് ഇതെല്ലാം ചെയ്തു തരുന്നത്. ഇപ്പോഴത്തെ തലമുറകൾക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ നമ്മുടെ പഴയ തലമുറയിലുള്ള ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ ചെയ്തു പോരുന്നുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ഇതൊക്കെ നടക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. എങ്കിലും നമ്മളിതെല്ലാം കണ്ട് പഠിച്ച് വെക്കുകയാണ്. ഓരോ തലമുറയും ഇതുപോലെ ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. നടക്കുന്നെങ്കിൽ നടക്കട്ടെ. അപ്പോൾ അങ്ങനെ ചാണകം എല്ലാം വൃത്തിയായിട്ട് അത് മെഴുകിയെടുക്കുകയാണ്. മെഴുകിയെടുത്ത് നല്ല വൃത്തിയായിട്ട് മെഴുകി മൊത്തം വൃത്തിയാക്കി 4 വശവും അതിൻ്റെ കുറച്ചൊരു ഏറിയ നമ്മളെടുക്കും. കാരണം വിളക്കും നിറനാഴിയും വിളക്കും പടുക്കയും ഗണപതി പടുക്കയെല്ലാം ഇടാൻ വേണം. അതുപോലെ തന്നെ പൊങ്കാല നമ്മൾ ഇട്ടതിന് ശേഷം വാങ്ങി വെച്ച് അതിന് നിവേദ്യം കഴിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ വൃത്തിയായിട്ട് ചാണകം മെഴുകി എല്ലാം ക്ലീനാക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത പരിപാടിയാണ് കേട്ടോ. 12 മണിയോളം എടുത്തു നമുക്കിതൊക്കെ തീർന്നു വരാൻ. ഞങ്ങളെല്ലാവരും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാണകം എല്ലാം മെഴുകി
നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വൃത്തിയാക്കി എടുത്ത് എല്ലാം ക്ലീനാക്കി വെച്ചതിന് ശേഷം ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും അരിപ്പൊടിയും എല്ലാം കലക്കി ഒഴിച്ച് ശുദ്ധി വരുത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചാണകം മൊത്തം 4 വശവും തേച്ച് പിടിപ്പിച്ച് അത് വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് അടുത്ത പരിപാടി. ഇപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഇതെല്ലാം കാണാനായിട്ട് ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുകയാണ് കേട്ടോ. അവർക്കിതൊക്കെ ഒരു ആദ്യ അനുഭവമാണ്. അവർ അങ്ങനെയൊന്നും അധികം കണ്ടിട്ടില്ല. അതൊക്കെ കാണാനായിട്ട് അവരിങ്ങനെ നോക്കിയിരിക്കുക. ഞങ്ങൾ കുറച്ച് പേര് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിറ്റപ്പനാണത് മൊത്തം ചാണകമെല്ലാം മെഴുകി അത് വൃത്തിയാക്കി എടുക്കുകയാണ് 4 വശം. അതിനുശേഷം മഞ്ഞളും അരിപ്പൊടിയും കൂടെ കലക്കി അവിടെ എല്ലാം നല്ല കുടഞ്ഞ് വൃത്തിയാക്കി ശുദ്ധീകരിച്ചെടുക്കുകയാണ്. ശുദ്ധീകരിച്ചെല്ലാം എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് കുങ്കുമവും എല്ലാം വിതറി അത്രയും പ്രദേശം നമ്മൾ പരിശുദ്ധിയാക്കി എടുക്കും. അത്രയും പ്രദേശം പിന്നെ നമ്മൾ ചവിട്ടുമോ ചെരുപ്പിട്ട് ചവിട്ടുമോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ അവിടെ നമ്മൾ ഇനി രാവിലെ 6:15 അടുപ്പിൽ തീ കത്തിക്കുന്നത്. അപ്പോൾ രാത്രി ഇപ്പോൾ ഏകദേശം 12 മണിയോളം അടുപ്പിച്ച് ഈ പരിപാടികളെല്ലാം ക്ലീനാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കഴിഞ്ഞ് രാവിലെ എണീച്ചതിന് ശേഷമാണ് നമ്മൾ പൊങ്കാല അടുപ്പ് തീ എത്തിക്കുന്നത്. അപ്പം അതാണ് അടുപ്പിൻ്റെ നമ്മുടെ ആചാരപ്രകാരം അടുപ്പുകളെല്ലാം വെട്ടി പൊങ്കാലയൊക്കെ ഇടുന്നൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. വൈറ്റ് നേർച്ചയാണ്. നമ്മൾ വളക്കാപ്പെന്നോ എല്ലാ കാര്യങ്ങളും പറയും. നമുക്കിത് പൊങ്കാലയായിട്ട് ഭഗവാൻ അർപ്പിച്ചാണ്, നമ്മൾ സൂര്യഭഗവാന് പൊങ്കാല അർപ്പിച്ചാണ് നമ്മളെ ചടങ്ങുകൾ 7-ാം മാസത്തിലെ ചടങ്ങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ചിറ്റപ്പൻ അതെല്ലാം വൃത്തിയാക്കി അരിപ്പൊടിയും മഞ്ഞളും എല്ലാം തൂകി വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ശുദ്ധിയോടും വൃത്തിയോടും കൂടി വേണം നമ്മൾ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ ഏകദേശം അതിൻ്റെ പരിപാടിയെല്ലാം ക്ലീനായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇനി ലാസ്റ്റിലെന്ന് പറയുന്നത് നമ്മൾ കുങ്കുമം കൂടി വിതറണം. കുങ്കുമം ഇതെല്ലാം വിതറി നമ്മൾ ആ ഭാഗങ്ങളെല്ലാം ശുദ്ധീകരിച്ച് വൃത്തിയാക്കി എടുക്കേണ്ട ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ഞങ്ങളതെല്ലാം കണ്ടുകൊണ്ടിങ്ങനെ അവിടെ ഇരിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ. ആരുടെയും വയറ്റുപൊങ്കാല ചടങ്ങുകളും വയറ്റ് നേർച്ചകളൊന്നും ഈ അടുത്ത സമയത്തൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. ഇപ്പോഴത്തെ തലമുറയൊന്നും ഇതിനോടൊക്കെ അധികം താല്പര്യമൊന്നും കാണിക്കാറില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് സമയമില്ല, അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ എല്ലാവരും ഒക്കെ ഇതിനധികം പ്രസക്തിയൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. എങ്കിലും നമ്മുടെ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങളെയൊക്കെ ചെറിയ തോതിലെങ്കിലും നമ്മൾ അനുഷ്ഠിച്ച് പോകുന്നു എന്നുള്ള ഇതൊക്കെ ഒരു മനസ്സിനുള്ള സന്തോഷവും കുളിർമയൊക്കെ തരുന്ന കാഴ്ചകളാണ്. കാരണം ഇനി അങ്ങോട്ട് ഇതൊക്കെ സാധിക്കുമോ എന്നൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ കൂടി ഇതൊരു വീഡിയോ ആയിട്ട് കിടക്കുമ്പോൾ ഇനിയുള്ള കാലമെങ്കിലും നമുക്കിതിരുന്ന് കാണാമല്ലോ എന്നുള്ളൊരു സന്തോഷം മനസ്സിനുണ്ട്. അപ്പോൾ ചിറ്റപ്പനതെല്ലാം ശുദ്ധീകരിച്ചെടുക്കുകയാണ് കേട്ടോ. പരിസരമെല്ലാം നമുക്ക് ഭഗവാന്റെ ആ ഒരു ഇത് വേണം, അതിൻ്റെ വേണ്ടിയിട്ട് എല്ലാം ചെയ്തെടുക്കുകയാണ്. ഇനി പാത്രങ്ങളാണ്. ആ പാത്രങ്ങളിൽ നമ്മൾ കുറച്ച് ചന്ദനവും അരിപ്പൊടിയൊക്കെ ചേർത്ത് കോലമൊക്കെ വരച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ചിറ്റപ്പൻ അതിൻ്റെ എല്ലാം ഓങ്കാരമെല്ലാം എഴുതി വയ്ക്കുകയാണ്. അപ്പോൾ ഓങ്കാര ശബ്ദം അവിടെ എഴുതി വയ്ക്കുകയാണ്. അതെല്ലാം എഴുതി അടുപ്പിൻ്റെ പരിസരങ്ങളും എല്ലാ ഭാഗങ്ങളും കൃത്യമാക്കി പിന്നെ ആ പാത്രങ്ങളിലും എല്ലാം ഓമെന്ന് എഴുതി അതിനകത്തെല്ലാം എഴുതി വയ്ക്കുകയാണ്. ഇത് ഈ 3 അടുപ്പുകളിലായിട്ടാണ് നാളെ രാവിലെ പൊങ്കാല അർപ്പിക്കുന്നത്. പൊങ്കാല അർപ്പിച്ചതിന് ശേഷം പാല് കോരുന്നൊരു ചടങ്ങും അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ കാണുക, ആസ്വദിക്കുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. തമിഴ്നാട്ടിലൊക്കെ ഇതുപോലുള്ള ആചാരങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ ഇത് നമ്മുടെ കൊല്ലം ഭാഗമാണ് കേട്ടോ. കൊല്ലം തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ വരുന്ന ചടങ്ങുകളിലുള്ളതാണ്. ഒരുപാട് ചടങ്ങുകളൊന്നും ഇപ്പോഴും നടത്താറില്ല. വളരെ കുറച്ച് മാത്രമായിട്ട് നമ്മൾ ആ ചടങ്ങിനെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ചെറിയ തോതിലായിട്ടെങ്കിലും ഇപ്പോഴും നമ്മളത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഇതിൻ്റെ ചടങ്ങുകൾ നടത്തുന്നത്. ഇപ്പോൾ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങളത് ചെയ്യുന്നു. അപ്പോൾ അത് ഓമെന്ന ശബ്ദം അതിനകത്ത് ചിറ്റപ്പനെ എഴുതി വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാ രീതിയിലും ഭഗവാന്റെ ചൈതന്യവും എല്ലാം നമ്മൾ അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് കുങ്കുമം വിതറുന്നൊരു ചടങ്ങ് കൂടിയുണ്ട്. അപ്പോൾ അതെല്ലാം വൃത്തിയായിട്ട് കുങ്കുമം എല്ലാം ചിതറി അതിനകത്ത് പരിശുദ്ധിയായിട്ട് ഭഗവാനെയും ഭഗവതിയുടെ എല്ലാം ഒരു സാമീപ്യം നമ്മൾ അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എല്ലാം കൊണ്ടുപോയി നാളെ പൊങ്കാലയ്ക്ക് വേണ്ടി അടുപ്പുകളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് രാവിലെ 6:15 നമ്മൾ ഈ അടുപ്പിലെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇനി അടുത്ത് വരുന്നൊരു വീഡിയോയിലേക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൊങ്കാലയുടെ
ആദ്യ പടി കേട്ടോ, അടുപ്പ് വെട്ടുക എന്നുള്ളത്. രാത്രി എല്ലാവരും കൂടി അടുപ്പ് വെട്ടി വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്